ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ട്രംപ്. എന്ത് കാര്യത്തിലാണെന്നുള്ളത് വഴിയെ വരാം. നമുക്ക് അതിലേക്ക് പോകുമ്പോഴേക്കും ആർട്ടിക് മേഖലയിൽ റഷ്യക്ക് വലിയൊരു മേധാവിത്വമുണ്ട്. ആ മേധാവിത്വത്തെ തകർക്കാനായിട്ട് ഇതുവരെയും അമേരിക്കയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് ബ്രേക്കർ കപ്പൽ ശേഖരം എന്ന് പറയുന്നത് അത് റഷ്യക്കുള്ളതാണ്. നിലവിൽ 60-ലധികം ഐസ് ബ്രേക്കറുകളും മഞ്ഞിലൂടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള മറ്റ് കപ്പലുകളും റഷ്യക്കുണ്ട് എന്നുള്ളതാണ്. ആഗോള ശക്തികളാണല്ലോ റഷ്യയും അമേരിക്കയും ഒക്കെ. ഇവർ തമ്മിലുള്ള പോരാട്ടം, ഒരു നിശബ്ദ പോരാട്ടം നടക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാറിന്റെ സമയത്തും അമേരിക്ക ആരുടെ ഒപ്പമാണ് നിലകൊള്ളുന്നത്? ഉക്രൈനൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം സന്ധി സംഭാഷണത്തിലേക്ക് എത്തിയപ്പോഴേക്കും അമേരിക്ക പറഞ്ഞത്, എന്നാ ശരി സെലൻസ്കി, നിങ്ങൾ ആ ഭാഗങ്ങളെല്ലാം, ആ പ്രവിശ്യകളെല്ലാം അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കൂ, നാറ്റോ മോഹവും ഒക്കെ ഉപേക്ഷിച്ചേക്കൂ, റഷ്യ പറയുന്നത് അനുസരിച്ചോളൂ എന്നാണ് പറയുന്നത്. റഷ്യയോട് തർക്കിക്കാനായിട്ട് അല്ലെങ്കിൽ റഷ്യയോട് കിടപിടിക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ളൊരു വസ്തുത ഇവിടെ ട്രംപ് തിരിച്ചറിയുന്നുണ്ടോ? ഇനി ട്രംപ് അല്ലെങ്കിൽ പോലും അമേരിക്ക തിരിച്ചറിയുന്നുണ്ടോ? ഈ കാലഘട്ടങ്ങളിലൊന്നും ഈ നാറ്റോ സഖ്യമുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും, ഇതിൻ്റെയൊക്കെ വലുപ്പം പറയുമ്പോഴും അമേരിക്കയ്ക്ക് റഷ്യയോട് ഏറ്റുമുട്ടാൻ ഒരു ഭയമുണ്ട്. എന്തുകൊണ്ടാണ് സെലൻസ്കിക്ക് ഒപ്പം നിൽക്കാത്തത്? ഇവരെല്ലാം കൂടി ചാടുകയറ്റി വിട്ടത് കൊണ്ടാണല്ലോ സെലൻസ്കി ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയത്. സത്യത്തിൽ മൂപ്പര് യഥാർത്ഥത്തിൽ ഒരു കൊമേഡിയനായി മാറിപ്പോയി എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാൽ പോലും ഒരു മോഹം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ജനിപ്പിച്ചു വെച്ചിട്ട് ഒരു പ്രശ്നത്തിലേക്ക് ഇറക്കി വിടുക, അവസാനം വന്നിട്ട് കൈയഴുകി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സൈനികവും തന്ത്രപരവുമായിട്ടുള്ള മത്സരത്തിൽ ഈ ആർട്ടിക് മേഖലയിലെ റഷ്യയുടെ അനിഷേധ്യമായിട്ടുള്ള ഒരു മേധാവിത്വമുണ്ട്. അതിനെ തകർക്കാനായിട്ട് ഇതുവരെയും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ആ കാര്യമാണ് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. മഞ്ഞുകെട്ടുകളൊക്കെ മൂടിക്കിടക്കുന്ന ഭാഗത്ത് മുന്നേറാനായിട്ടുള്ള മാർഗങ്ങളൊന്നും അമേരിക്കയ്ക്കില്ല. അതായത് ഐസ് ബ്രേക്കർ കപ്പലുകളാണ് അവിടെ വേണ്ടത്. അത് ആകെ ഈ പറയുന്ന അമേരിക്കയുടെ കയ്യിൽ ഒരെണ്ണമേ ഉള്ളൂ. ആ ഒരെണ്ണം വെച്ചിട്ട് ഏതെങ്കിലും തരത്തിലൊരു നീക്കങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അമേരിക്ക കെണിഞ്ഞു പോകുമെന്നുള്ളത് ട്രംപ് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് അമേരിക്ക ബഹുദൂരം ഈ ഒരു വിഷയത്തിൽ പിന്നിലാണ് എന്നുള്ള ഒരു കാര്യം സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടുള്ള സംഭാഷണത്തിനിടെ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു രാജ്യത്തിന്റെ പോരായ്മയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഈ സൈനിക ഉദ്യോഗസ്ഥരുമായിട്ട് ട്രംപ് ഫോണിലൂടെയാണ് ഈ വിഷയം ആശയവിനിമയം ഒക്കെ നടത്തുന്നത്. അപ്പോൾ വലിയ അതൃപ്തിയൊക്കെ പറയുന്നുണ്ട്. രാജ്യത്താകെ നമുക്കൊരു ഒറ്റ ഐസ് ബ്രേക്കറേ ഉള്ളൂ. അത് നമ്മളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, തല കുനിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതേസമയം നോക്കിക്കേ, ആ റഷ്യക്ക് 48 എണ്ണമാണോ ഉള്ളത്. നമ്മൾ വലിയ സർവാധിപതികൾ എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഇത് ഒന്നേ ഉള്ളൂ. വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് എന്ന് ഈ സൈനിക മേധാവിമാരോട് പറയുകയാണ്. മഞ്ഞുപാളികളൊക്കെ നിറഞ്ഞിട്ടുള്ള സമുദ്രഭാഗങ്ങളിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പാതയൊരുക്കുന്ന ഐസ് ബ്രേക്കറുകൾ ആർട്ടിക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിലൊക്കെ അത്യന്താപേക്ഷിതമാണ്. ഈ വലിയ അന്തരം നികത്താനായിട്ട് അമേരിക്ക പെട്ടെന്ന് തന്നെ, നമ്മൾ പറയില്ല, യുദ്ധകാല അടിസ്ഥാനത്തിലൊക്കെ അല്ലെങ്കിൽ അടിയന്തരമായിട്ടൊക്കെ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അദ്ദേഹം അത് കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രംപ് ഇത് മനസ്സിലാക്കുന്നുണ്ട്, അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സ്വീകരിക്കാനായിട്ട് എവിടെ നിന്ന് എടുത്തു വെച്ച് കൊടുക്കും പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഷട്ട് ഡൗൺ കഴിഞ്ഞ് ഇത് തുറന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് ട്രംപിന്റെ മുമ്പിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണെങ്കിലും ഈ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യവുമായി ചേർന്നുകൊണ്ട് ഏതാണ്ട് 11ഓളം ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ലോകത്തിലെ 90% ഐസ് ബ്രേക്കറുകളും നിർമ്മിക്കുന്നത് ഫിൻലൻഡിന് വളരെയധികം വൈദഗ്ധ്യമുണ്ട്. ഫിൻലൻഡാണ് ഈ ഒരു കാര്യത്തിൽ ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. 90% എന്ന് പറയുമ്പോഴും ഭൂരിഭാഗവുമായല്ലോ. അപ്പോൾ ആ ഫിൻലൻഡുമായിട്ടാണ് ഇപ്പോൾ കരാറിലൊക്കെ ഏർപ്പെടുന്നത്. പക്ഷേ ഈ കരാറുമായി ഏർപ്പെട്ടത് കൊണ്ട് മാത്രമാകുമോ? വലിയ കരാറാണ് ഫിൻലൻഡുമായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ്
ട്രംപ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഏകദേശം 6.1 ബില്യൺ ഡോളറാണ്, അതായത് ഏകദേശം 51,000 കോടി രൂപയുടെ മൂല്യമുള്ള ഈ കരാറാണ് ഇത്. അത് പ്രകാരം 2028 ആദ്യത്തെ കപ്പൽ അമേരിക്കയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ 11 കപ്പലുകൾക്ക് പുറമെ ഭാവിയിൽ 11 കൂടി ഓർഡർ ചെയ്യാനായിട്ട് അമേരിക്ക ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 2028 മാത്രമേ ആദ്യത്തെ കപ്പൽ വരികയുള്ളൂ. മാത്രമല്ല, ഇതിനിടയിൽ ഫണ്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തികളെല്ലാം അവിടെ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയുടെ കയ്യിൽ ഇത്രയൊക്കെ വക മാറ്റാനുള്ളതുണ്ടോ എന്ന് കൂടി ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആർട്ടിക് മേഖലയിലാണെങ്കിൽ റഷ്യക്കുള്ള മേധാവിത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐസ് ബ്രേക്കർ കപ്പൽ ശേഖരം എന്ന് പറയുന്നതും റഷ്യയുടേതാണ്. ഏതാണ്ട് നിലവിൽ 60-ലധികം ഐസ് ബ്രേക്കറുകളും മഞ്ഞിലൂടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള മറ്റ് കപ്പലുകൾ കൂടി റഷ്യക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഭീമൻ ഐസ് ബ്രേക്കറുകളാണ്. അതായത് ആ 3 മീറ്റർ വരെ കനമുള്ള മഞ്ഞുപാളികളൊക്കെ തകർക്കാനായിട്ട് ഈ കപ്പലുകൾക്ക് കഴിയും. അത്തരത്തിലുള്ള ഈ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന 3 മീറ്ററോളം വരെയുള്ള കനത്തിലുള്ള മഞ്ഞുപാളികൾ തകർക്കാൻ കഴിയുന്ന ഈ ഒരു കപ്പൽ ശേഖരം ലോകത്താകെയുള്ളത് റഷ്യക്ക് മാത്രമാണ്. അത് ഉള്ള ഏക രാജ്യം റഷ്യയാണ്. അപ്പോൾ ആർട്ടിക് മേഖലയിലുള്ള വ്യാപാരത്തിനും നോർത്തേൺ സീ റൂട്ട് വഴിയുള്ള ഗതാഗതത്തിനുമൊക്കെ റഷ്യ ഈ ഒരു കപ്പലിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യുക്രൈൻ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. റഷ്യയെ ഇപ്പം ശരിയാക്കി കളയും എന്ന് പറഞ്ഞ ട്രംപ് അവസാനം പത്തി മടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ബന്ധം സുദൃഢമാകുമ്പോൾ പലതരത്തിലുള്ള കരാറുകൾ വരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ ഇടയിലും ആർട്ടിക് മേഖലയിൽ റഷ്യയുടെ മേധാവിത്വം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് എന്നും അമേരിക്കയ്ക്ക് മുൻപിൽ നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാം, കയ്യിലുള്ള സാധനം ഇത്രയേ ഉള്ളൂ. ആ മേഖലയെ മേധാവിത്വം പുലർത്താൻ വേണ്ടുന്ന ഒരു കോപ്പുകളും ഈ അമേരിക്കയുടെ കൈകളിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പുടിന് ആർട്ടിക് മേഖലയിലുള്ള സഹകരണത്തിനൊക്കെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതൊരു സഹകരണമാണ്, 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണമാണ്. പക്ഷെ ഈ സഹകരണത്തെക്കാൾ ഉപരി അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് സഹകരിക്കാം എന്നുണ്ടെങ്കിൽ പോലും മേൽക്കൈ നമുക്കായിരിക്കണം എന്നുള്ളതാണ്. ആ മേൽക്കൈ അവർക്ക് കിട്ടാത്തിടത്തോളം ഈ സഹകരണം എത്രത്തോളം ആഴത്തിൽ ഇത് പോകുമെന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും സ്വന്തമായിട്ട് കപ്പൽ ശേഖരമൊക്കെ വർദ്ധിപ്പിച്ച് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അതുകൊണ്ടാണ് ഫിൻലൻഡുമായി ചേർന്നുകൊണ്ട് 11 കപ്പലുകൾക്ക് ഇത്തരത്തിലുള്ള കപ്പലുകൾക്ക് ഓർഡർ നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ കപ്പൽ 2028 മാത്രമേ വരുള്ളൂ. ഏതാണ്ട് 51,000 കോടിയുടെ ഒരു കരാറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ തന്നെ 48 കപ്പലുകൾ അവിടെ ഉണ്ട് റഷ്യക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ കാലങ്ങളോളം പിടിക്കും. അപ്പോൾ അതിനു മുമ്പ് അവിടെ ഏതെങ്കിലും തരത്തിലുമുള്ള ഒരു നീക്കം നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അമേരിക്ക അത് നടത്തിക്കൊണ്ട്, അതായത് ഈ സൂത്രപ്പണികളുണ്ടല്ലോ, കുതന്ത്രങ്ങളിലൂടെ അവിടെ മേൽക്കൈ സ്ഥാപിക്കാനുള്ള നീക്കങ്ങളും അമേരിക്ക നടത്താൻ സാധ്യതകൾ ഏറെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.